ഹലോ, വെൽക്കം ടു ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു അല്ലേ? ഈ ക്രിസ്മസ് അടിപൊളിയാക്കാൻ നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ? അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു വലിയ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അളവൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രണ്ട് ഭാഗം ഈക്വലായിട്ട് വരണമെന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിന്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രണ്ട് ഭാഗം ഒട്ടിച്ചതിന് ശേഷമാണ് ജനലിന്റെ ഭാഗമൊന്നും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ ജനലിന്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ജനലിന്റെ ഭാഗമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി രണ്ട് സൈഡിലും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. വുഡ് ഫില്ല് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. വുഡ് ഫില്ലാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ട് ഭാഗത്തും വുഡ് ഫില്ല് അപ്ലൈ ചെയ്ത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ഒട്ടിയിട്ടുണ്ട്. മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് 2 പീസ് കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നീളമുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നീളത്തെ കട്ട് ചെയ്തിട്ട് നടുഭാഗം ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതിയാകും. മേൽക്കൂരയുടെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തെയും ചുമരും കടന്ന് നിൽക്കുന്ന രീതിയിൽ അളവെടുത്ത് കട്ട് ചെയ്യാം കേട്ടോ. മേൽക്കൂര ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചുമരിന്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പുല്ല് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വൈക്കോല് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിന്നും പുല്ല് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. പുല്ലില്ലാതെ പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കാന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ വൈക്കോല് ഞാൻ കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം ഗ്ലൂ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് പുല്ലെടുത്ത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഫെവിക്കോളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം ജനലിന്റെ ഭാഗത്തായതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേൽക്കൂരയുടെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം വുഡ് ഫില്ല് അപ്ലൈ ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകൾ ഭാഗത്ത് ഒന്നുകൂടി വുഡ് ഫില്ല് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്ത ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നടുഭാഗത്ത് വുഡ് ഫില്ല് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുൽക്കൂടിന്റെ നടുഭാഗത്ത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേൽക്കൂരയുടെ ഭാഗത്തൊന്ന് പുല്ലൊട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വൈക്കോല് ഞാൻ ഇതാ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മേൽക്കൂരയുടെ ഭാഗത്തും പുല്ലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പുല്ല് കുറച്ചായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാതെ നന്നായിട്ടൊന്ന് പുല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഭാഗവും സെയിം രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒട്ടിയതിന് ശേഷം രണ്ട് ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. മേൽക്കൂര വെച്ച് കഴിഞ്ഞ് ബാക്കി വന്ന പുല്ല് താഴെ ഭാഗത്ത് ഞാൻ കുറച്ച് കട്ടിയിലൊന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുൽക്കൂടൊന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായി ഞാൻ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ കാണുന്ന ജനലിന്റെ ആ ഭാഗത്ത് ഞാൻ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡിന്റെ ഒരു ലെയർ ഇളക്കി കളഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. അത് 2 പീസ് ഞാൻ ഈ 2 ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വേലിയുടെയൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി ഒട്ടിയതിനു ശേഷം ഞാനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളറിംഗ് ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾ ഇനി കളർ ചെയ്യുന്നില്ലെങ്കിലും കാർഡ്ബോർഡിന്റെ ആ ഒരു കളർ അങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ പുല്ലൊഴിച്ച് കാർഡ്ബോർഡ് കാണുന്ന എല്ലാ ഭാഗത്തും ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്തിട്ടാണോ അതോ അതിന് മുന്നേ ആണോ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ചുമരിനൊക്കെ അടിക്കുന്ന ഒരു പഴയ വൈറ്റ് കളർ പെയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ് വീണ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മേൽക്കൂരയുടെ ഭാഗത്ത് ഞാനിത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുൽക്കൂട് മാത്രം മതിയാവില്ലല്ലോ, നമുക്ക് പുൽക്കൂടിന്റെ ഉള്ളിൽ വെക്കാൻ ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ വേണ്ടി. അപ്പോൾ അതുകൂടി ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി പുൽക്കൂടിനുള്ളിൽ വെക്കാനുള്ള എല്ലാവരെയും ഞാനൊന്ന് പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലാമിനേറ്റഡ് കളർ പ്രിന്റ് ആണ് കേട്ടോ. 40 രൂപയാണ് ഇതിന് വരുന്നത്. ഗൂഗിളിൽ ക്രിസ്മസ്ക്രിബ് ആക്ടിവിറ്റീസ് എന്ന് കൊടുത്താൽ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി ആക്ടിവിറ്റീസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതാകുമ്പോൾ വെറും 40 രൂപക്കാണ് ഇത്രയും ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് പുൽക്കൂടിലേക്കൊന്ന് വെച്ച് നോക്കാം. ഞാൻ അതൊക്കെ ഒന്ന് പുൽക്കൂടിൽ വെച്ച് നോക്കിയിട്ടുണ്ട്
ആയിരുന്നു. കാറ്റടിക്കുമ്പോഴൊക്കെ വീണു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിഭാഗത്ത് നന്നായിട്ട് ഗ്ലൂ ആക്കിയതിന് ശേഷം പുല്ലിലേക്ക് നന്നായി പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുകൂടി ആയപ്പോൾ നമ്മുടെ പുൽക്കൂട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുൽക്കൂട് ഒന്ന് സെറ്റ് ചെയ്യാം. രണ്ട് ഭാഗത്ത് ഓരോ ചെടിയും വെച്ച് ലൈറ്റ് കൂടി ഇടുമ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ ആയി. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കുട്ടികൾക്കൊക്കെ ഒന്ന് സ്പെഷ്യലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പുല്ലില്ലാതെ ഒരു കുഞ്ഞു പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മാലായക്കുട്ടിക്ക് കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ ഒന്ന് ഹാപ്പി ആക്കി എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്